അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചതച്ചെടുക്കാൻ വേണ്ടി 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 2.5 ടീസ്പൂൺ പെരുംജീരകം, 2 ടീസ്പൂൺ കുരുമുളക്. നമുക്ക് ചതച്ചെടുക്കണം. നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 4 പിന്നെ വേവിച്ച് ഉടച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് 4 നന്നായി വേവിക്കണം. ഇനി മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ മഞ്ഞൾപ്പൊടി കുഴച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. 3/4 കിലോനുണ്ടാവും. ഇതിലോട്ടേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് പകുതി ഭാഗം ഇട്ടെടുക്കാം. ബീഫിൽ എല്ലില്ലാതെ സൂക്ഷിക്കണം. പിന്നെ ഉപ്പ് കൂടി ഇട്ടെടുക്കാം. നമ്മൾ ഒരു 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇനി നമ്മളൊരു പാത്രം എടുത്ത് അതിലോട്ടേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ടേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിങ്ങനെയായാൽ നമ്മൾ ഇതിലോട്ടേക്ക് ബാക്കിയുള്ള ചതച്ച് വെച്ചിരിക്കുന്നതും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇവയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ലപോലെ ഡ്രൈ ആക്കണം. ഇനി നമ്മൾ തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഉള്ളിയുടെ മസാലയുടെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ടേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മളിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ചൂട് തണിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാം. ഞാൻ നന്നായി മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അത് മിക്സ് ചെയ്യാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ടൊരു ബൗളെടുത്ത് അതിലോട്ടേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുഴച്ച് വെച്ചിരിക്കുന്ന കട്ട്ലറ്റിൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ പകുതി മാത്രം എടുത്ത് ഉരുട്ടി വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഈ മുട്ടയുടെ മിക്സിൽ കട്ട്ലറ്റ് ഇതിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി കവർ ചെയ്തെടുക്കാം. നമ്മളിത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം.
ഞാനിവിടെ അമേരിക്കൻ ഗാർഡൻ്റെ പ്ലെയിൻ ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്തത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. നമ്മൾ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മൊരിഞ്ഞു വന്നാൽ നമ്മളിത് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രഞ്ചിനെസ്സും ഉള്ള ഒരു കട്ട്ലറ്റാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്